ഛത്തീസ്ഗഡിലെ സംഭവം നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവർക്ക് നേരെ, ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, ഈ രീതിയിൽ ഒരു ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഒരു തരത്തിലുള്ള ആക്രമണം ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ പോലുള്ള തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും അവിടെ വ്യാപകമായി ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ ഇത് ഇപ്പം ഈ രണ്ട് സിസ്റ്റേഴ്സിലേക്ക് ഒരു 2 മാസം മുമ്പ് ഇതേ ഒരു ഇൻസിഡന്റ് ഇവിടെ ഭുവനേശ്വർ കുറുദാ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നടന്നായിരുന്നു. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്, അതിന്റെ ന്യൂസും അറിഞ്ഞു കാണും എല്ലാവരും. അവരെ ഒരു രാത്രി ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബജ്രംഗ് ദൾ ഗ്രൂപ്പ് അനുവദിച്ചില്ല അവർക്ക് പോവാൻ. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സിന്റെ ലോയേഴ്സ് ഗ്രൂപ്പ് അവര് പെട്ടെന്ന് ഇടപെട്ടാണ് അവരെ ഒന്ന് രക്ഷിച്ചത്. എന്റെ ഇടവകയിൽ തന്നെ തൊട്ടടുത്ത ഇടവക ഹത്തിഗഡ് എന്ന് പറയും. അപ്പൊ അവിടെ ഈ ഒരു വർഷം തന്നെ 2-3 കേസുകൾ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശവം അടക്കാൻ വേണ്ടി അവര് ലാൻഡ് കുടിക്കില്ല. അവരുടെ ആ ഏരിയയിൽ നിങ്ങൾ ക്രിസ്ത്യൻ ആണ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ലാൻഡിൽ അത് ശവസംസ്കാരം നടത്തത്തില്ല എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സ്ട്രാറ്റജിയാണ് ഇപ്പം ഈ ഇടയ്ക്ക് എല്ലായിടത്തും തന്നെ കാണുന്നുള്ളത്. കാരണം ആദിവാസി ഗ്രൂപ്പിന് ഞങ്ങളുടെ സന്താൾസ് ആണ് മെയിൻലി. സന്താൾസിന് ആരെങ്കിലും മരിച്ചാൽ അവരുടെ ശവം അടക്കിന് വേണ്ടി അവരുടെ ഇതിനു വേണ്ടി ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട് ആ ഒരു വില്ലേജിന്, ഒരു ഗ്രാമത്തിന്. പക്ഷെ ഈ ഇടയ്ക്ക് ക്രിസ്ത്യനാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സ്ഥലം തരുന്നില്ല. അപ്പൊ നമുക്ക് തന്നെ വേറെ എവിടെയെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരനുവദിക്കുന്നില്ല. ആ ഒരു രീതിക്ക് ഒത്തിരി ഇപ്പൊ 2-3 ഇൻസിഡൻസ് ഉണ്ടായി. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇവിടെ പറയലൊക്കെ നടത്തിയത് തന്നെ. അപ്പൊ ഇത് ഒരു ഈ ഇടയ്ക്ക് കൂടിക്കൊണ്ട് വരുന്ന എന്നുവെച്ചാൽ BJP അല്ലെങ്കിൽ ബജ്രംഗ് ദളിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലും